നമസ്കാരം. പുതുവത്സര ദിനത്തിൽ അഴിഞ്ഞാടുന്ന പോലീസ് ജീപ്പ് നിർത്തി ഇറങ്ങി വന്ന ശേഷം ഇരുചക്ര വാഹനങ്ങൾ മറിച്ചിടുകയും തല്ലി തകർക്കുകയും ചെയ്യുന്ന പോലീസുകാർ. ഈ രീതിയിൽ നവമാധ്യമങ്ങളിൽ ഒരു വീഡിയോ 2 ദിവസമായി പ്രചരിക്കുന്നു. നൂർനാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ കരിമുളക്കൽ ദേവീക്ഷേത്ര പരിസരത്ത് നടന്നതാണ് സംഭവം. കേരളത്തിൽ പോലീസ് രാജ് എന്ന രീതിയിലുള്ള പ്രചാരണമാണ് നടക്കുന്നത്. ഇവിടെ കൂടി നിൽക്കുന്ന യുവാക്കൾ പോലീസ് വരുന്നത് കണ്ട് ഓടുകയും തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഇരുചക്ര വാഹനങ്ങൾ പോലീസുകാർ മറിച്ചിടുകയും അടിച്ചു തകർക്കുകയും ചെയ്തു എന്നുള്ള പ്രചാരണമാണ് നടക്കുന്നത്. എന്നാൽ ഈ പ്രചാരണം ശരിയല്ലെന്ന് നൂർനാട് പോലീസ് SHO OP ശ്രീജിത്ത് പറയുന്നു. ജനുവരി 1 പുലർച്ചെ 2 സംഭവം. ക്രിമിനൽ കേസിൽ പ്രതികളും ലഹരി വിൽപ്പന സംഘാംഗങ്ങളും ഉൾപ്പെടുന്ന യുവാക്കൾ ക്ഷേത്ര പരിസരത്ത് പരസ്പരം തമ്മിലടിക്കുകയായിരുന്നു. പുതുവത്സര ആഘോഷം കഴിഞ്ഞ് മദ്യപിച്ച് ലക്കുകെട്ട യുവാക്കളുടെ സംഘമാണ് ചേരിതിരിഞ്ഞ് ആക്രമണം അഴിച്ചുവിട്ടത്. വെട്ടിക്കോട്ട് ഭാഗത്തുള്ള യുവാക്കളും തുരുത്തിയിൽ ഭാഗത്തുള്ള യുവാക്കളും തമ്മിലാണ് സംഘർഷമുണ്ടായത്. ക്ഷേത്ര പരിസരത്ത് സംഘർഷം നടക്കുന്നുണ്ട് എന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. പോലീസ് വരുന്നത് കണ്ട് യുവാക്കൾ ഓടി രക്ഷപ്പെടുകയും സ്ഥലത്ത് നിന്ന് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. തുടർന്ന് റോഡിന് നടുക്ക് വെച്ചിരുന്ന പ്രതികളുടെ ബൈക്കുകൾ പോലീസ് നീക്കം ചെയ്തു. റോഡരികിലേക്ക് മാറ്റിയിടുകയും ചെയ്തു. അറസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന 30ഓളം പേർക്കെതിരെ പൊതുസ്ഥലത്ത് അടിപിടി ഉണ്ടാക്കിയതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വെട്ടിക്കോട്ട് കൊച്ചുപ്ലാവിളയിൽ ഷാലു ഭവനം ഷാലുവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. സംഭവം നടന്നതിന്റെ പിറ്റേന്ന് CCTV ദൃശ്യങ്ങളിൽ പോലീസ് ബൈക്കുകൾ നീക്കം ചെയ്യുന്നതും തള്ളിമറിച്ചിരുന്നതുമായ രംഗങ്ങൾ മാത്രമെടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണം നടന്നു. ഇടതുപക്ഷ സൈബർ പോരാളികൾ വരെ പോലീസിനെ വിമർശിച്ച് രംഗത്ത് വന്നു. വത്സൻ തില്ലങ്കരിയാണോ ആഭ്യന്തരമന്ത്രി എന്ന് വരെ ചോദ്യങ്ങളുണ്ടായി. എന്നാൽ CCTV ദൃശ്യങ്ങൾ മുഴുവനായി പോലീസ് പുറത്തുവിട്ടതോടെയാണ് യഥാർത്ഥ സംഭവം വെളിയിൽ വന്നത്. മദ്യലഹരിയിൽ യുവാക്കൾ തമ്മിലടിക്കുന്നതും പോലീസിനെ കണ്ട് ഓടുന്നതടക്കമുള്ള വീഡിയോയുടെ ആദ്യ ഭാഗം പുറത്തു വന്നതോടെ നേരത്തെ പോലീസിനെ തള്ളിപ്പറഞ്ഞവരും അനുകൂല പ്രചാരണവുമായി രംഗത്ത് വന്നു.